ഹലോ, ഞാനിന്ന് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അതാണ് ബട്ടർ മഷ്റൂം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബട്ടർ അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ബട്ടറും മഷ്റൂമും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ബട്ടർ മഷ്റൂം ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് കോരി മാറ്റുക. എന്നിട്ട് അതിനകത്തേക്ക് സവോളയും അണ്ടിപ്പരിപ്പും കൂടി വഴറ്റിയിട്ട് അത് ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് മാറുന്ന സമയത്ത് മാറ്റി മിക്സിയിലേക്ക് നന്നായിട്ട് അടിക്കുക. അതിന് ശേഷം പിന്നീട് നമ്മൾ ബട്ടർ മഷ്റൂം ഇതിനകത്തേക്ക് ഇട്ടിട്ട് അരച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഒഴിക്കണം കേട്ടോ. അരച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചിട്ട് പിന്നെ ഈ മഷ്റൂമും കൂടി അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ കുരുമുളക്, ഗരം മസാല, ചില്ലി ഫ്ലെക്സ്, 1 ടീസ്പൂൺ മഞ്ഞൾ, അതേപോലെ ടീസ്പൂൺ മുളക് പൊടി ഇവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ബട്ടർ മഷ്റൂം ആകും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ബട്ടർ മഷ്റൂമിന്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെയും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ഈ ബട്ടർ മഷ്റൂം. അപ്പോൾ അത് ആരും മറക്കരുത്, ഉണ്ടാക്കി നോക്കുക. കണ്ടോ, പിന്നെ ഞാൻ രണ്ടാമത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി അരച്ച് ഈ മിക്സിയിൽ വെച്ചിരിക്കുന്ന അരപ്പ് സവോളയും അണ്ടിപ്പരിപ്പും കൂടി ഒന്നും കൂടി നമ്മൾ അരക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരപ്പൊഴിച്ച് ഞാൻ പറഞ്ഞ പോലെ മുളക്, ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നാക്കിയിട്ട് ഇളക്കിയിട്ട് വയ്ക്കുക. അടിപൊളി ബട്ടർ മഷ്റൂം. താങ്ക് യു.